ഒരാളെയും പേഴ്സണലിയോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ ഒരു രീതിയിലും ആരെയും മോശമാക്കാത്ത വേദനിപ്പിക്കാത്ത കുറേയധികം ആളുകളെയാണ് നമുക്ക് ആ കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ കരഞ്ഞ് മാപ്പ് പറഞ്ഞാലേ പറ്റുള്ളൂ എന്നുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം നൈനസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരാഴ്ച ആവുന്നു, ഒരു 6-7 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ഥിരമായിട്ടൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് RJ അഞ്ജലിയുടെ പ്രാങ്ക് കോള്. ഇനിയിപ്പോൾ RJ അഞ്ജലി എന്ന് പറയാൻ പറ്റില്ല, അഞ്ജലിയുടെ പ്രാങ്ക് കോള് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പല പല വീഡിയോസിലൂടെയും ട്രോളുകളിലൂടെയും കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനപ്പുറമാണ്. അപ്പൊ അത്രയും മോശമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് അവർ നേരിടുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ, തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു പ്രാങ്ക് കോൾ ചെയ്തത് തന്നെയാണ്. ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രാങ്ക് കോള്. അതായത് ആ ഒരു പ്രൊഫഷനെയും അവരെയും റെസ്പെക്ട് ചെയ്യാതെ വളരെ മോശമായിട്ട് ഒരു പ്രാങ്ക് കോളിൽ വന്നൊരു ഡയലോഗാണ് ഇപ്പോൾ ഇത്രയും സൈബർ അറ്റാക്ക് അവർ നേരിടാനുള്ള കാരണം. ആദ്യം തന്നെ പറയട്ടെ, 100% തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതിനെതിരെ കേസൊക്കെ പോയിട്ടുണ്ട്, അത് അവർ ഡീൽ ചെയ്യട്ടെ. എങ്കിലും ഞാൻ ഫസ്റ്റ് തന്നെ പറയട്ടെ, അവർ പല രീതിയിലും ഇപ്പോൾ പല പ്ലാറ്റ്ഫോമുകളിലൂടെയും മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഒറ്റയ്ക്ക് മാപ്പ് പറഞ്ഞു അഞ്ജലി, പിന്നെ കൂടെയുള്ള ആ കുട്ടിയായിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് അവർ പോസ്റ്റുകൾ വഴിയും വീഡിയോസ് വഴിയും ഒക്കെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണലി ആ വ്യക്തിയെ കണ്ടവർ മാപ്പ് പറഞ്ഞു. നമുക്ക് ആർക്കും അവരാരാണെന്ന് അറിയില്ല. അപ്പം പേഴ്സണലി ആ വ്യക്തിയെ കണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി RJ ആയിരുന്ന സമയത്തെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന പലർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അഞ്ജലി. അപ്പോൾ ഞാൻ തന്നെ കുറെ വീഡിയോസ് അവരുടെ കണ്ടിട്ടുണ്ട്. ഇപ്പം കാണുന്നില്ല, പക്ഷെങ്കിൽ ഇതിനു മുന്നേയൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത തെറ്റിനെ മുൻനിർത്തി തന്നെ പറയാം, അവർ ചെയ്ത തെറ്റാണ്. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, അവർ ഇത്രത്തോളം പല വീഡിയോസിലൂടെയും പോസ്റ്റുകളിലൂടെയും പബ്ലിക്കായിട്ട് വന്നിട്ടും പേഴ്സണലി പോയിട്ടും മാപ്പ് പറഞ്ഞിട്ടും നമുക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അഞ്ജലി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അഞ്ജലി സപ്പോർട്ട് ചെയ്യുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അത്രത്തോളം സൈബർ അറ്റാക്ക് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഇത്രത്തോളം സൈബർ അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? അവര് പറഞ്ഞത് മോശമാണ്, എല്ലാം ഓക്കെയാണ്. അവര് അത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പബ്ലിക്കായിട്ട് വന്നതിന് പലതവണ മാപ്പ് പറഞ്ഞിട്ടും അവർ ചെയ്ത് തെറ്റാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവർക്കെതിരെ കേസും പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ കമന്റ് സെക്ഷനിൽ പോയിട്ട് പൂരത്തറി പറയേണ്ട ആവശ്യം എന്തേലും ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള എല്ലാവരും നല്ല വ്യക്തികളാണ്. ഒരാളെയും പേഴ്സണലിയോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടോ ഒരു രീതിയിലും ആരെയും മോശമാക്കാത്ത, വേദനിപ്പിക്കാത്ത കുറേയധികം ആളുകളെയാണ് നമുക്ക് ആ കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റുന്നത്. ഇവർ പറഞ്ഞതിനേക്കാളും മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ടാണ് ഇവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ് സെക്ഷൻ ഒരു പക്ഷെ അവരിപ്പോ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കാരണം ആദ്യമൊക്കെ വരുന്ന കമന്റ്സ് അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. മൊത്തത്തിൽ ഉള്ള സൈബർ അറ്റാക്ക് ആണ്. അപ്പം എല്ലായിടത്തു നിന്നുള്ള ആ ഒരു പ്രതിഷേധം അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും പിന്നെയുള്ള കമന്റ്സ് ഒന്നും അവർ ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല. കാരണം എനിക്കറിയാം, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നേരിട്ട ഒരു കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാണ്, അപ്പം നമ്മൾ ആദ്യം വരുന്ന കമന്റ്സ് നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുമെങ്കിലും പിന്നീടുള്ള കമന്റ്സ് ഒന്നും നമ്മൾ എന്താക്കില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പൊ അത് തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത്. എങ്കിലും ഒരാൾ പോലും ഒഴിയാതെ ആ കമന്റ് സെക്ഷനിൽ അടിപൊളിയായിട്ടുള്ള കമന്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. എത്രയോ സ്ഥലങ്ങൾ, എത്രയോ പേരെ നമ്മൾ ഇന്റൻഷ്യലി അല്ലാതെ എത്രയോ പേരെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട്. അതും നമ്മുടെ പ്രവൃത്തികളോ വാക്കുകളോ ഒക്കെ എത്രയോ പേർക്ക് വേദനയായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ മനഃപൂർവ്വം എത്ര പേരെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഞാനിപ്പോൾ ഡെയിലി വേദനിപ്പിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളോ വാക്കുകളോ മറ്റുള്ളവർക്ക് വേദനയായി മാറിയിട്ടുണ്ടാവും. പക്ഷേങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് പോലും നമ്മൾ ആരുടെ അടുത്തും പോയി സോറി പറഞ്ഞിട്ടുള്ളവരായിരിക്കത്തില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല എന്നല്ല, എങ്കിലും നമുക്ക് എല്ലാവരെയും
ഇപ്പം നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾക്ക് വേദന തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി സോറി പറയുന്നവരൊന്നും അല്ല. പക്ഷെ ഇവർക്ക് ഇപ്പൊ സോറി പറയാതിരിക്കാനുള്ള ഓപ്ഷനും ഇല്ല. അവർക്ക് സോറി പറഞ്ഞേ പറ്റുള്ളൂ. എങ്കിലും അവർ സോറി പറഞ്ഞ സ്ഥിതിക്ക് ഒരു മാപ്പ് ഒരു പബ്ലിക്കായിട്ടും പേഴ്സണലി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവരെ ഇത്തരം രീതിയിൽ മോശമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി അതിന്റെ പേരിലുള്ള കേസുകളും കാര്യങ്ങളും അവർ നേരിട്ടോട്ടെ. പക്ഷെങ്കിൽ നമ്മൾ ഇതിനെ ഇത്രത്തോളം ക്രോസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം മോശമായിട്ടുള്ള കമന്റ്സ് ആണ് അവർക്ക് വരുന്നത്. അപ്പം നമ്മൾ ആരും തന്നെ പെർഫെക്റ്റ് അല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ഈ നല്ല കമന്റ്സ് ഇട്ട് നല്ല വ്യക്തികളാവുന്ന ഓരോരുത്തരുടെ കമന്റ്സ് ഉണ്ടല്ലോ, അവരുടെ പാസ്റ്റ് കമന്റ്സ് പല വീഡിയോസിനെയും താഴെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് മോശമായിട്ടുള്ള കമന്റ്സ് ഇട്ടവരായിരിക്കും ഇവരെല്ലാവരും. പക്ഷേങ്കിൽ ഇപ്പൊ എല്ലാവരും പെർഫെക്റ്റ് ആണ്. അവര് പറഞ്ഞ വാക്കുകൾ ഇഷ്ടമാതിരി വീഡിയോസിൽ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഈ ഒരു രീതിയിലായപ്പോൾ അത് മോശമായി. കാരണം അവരുടെ പ്രൊഫഷനെയും അതുപോലെ തന്നെ അവരെയും മോശമാക്കുന്ന രീതിയിലായതുകൊണ്ട് നമുക്കത് മോശമായി എന്നുള്ളത് 100% ശരിയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഇങ്ങനെ കുരിശിലേറ്റേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് അറിഞ്ഞുകൊണ്ട് പബ്ലിക്കിന് മുന്നിൽ വന്ന് മാപ്പ് പറയുന്നുണ്ടെങ്കിൽ പിന്നെയും ക്രൂശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലും വലിയ തെറ്റുകൾ ചെയ്തവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അവര് പറയണം എന്നല്ല പറയുന്നത്, എങ്കിലും അത്രയും വലിയ തെറ്റുകളൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതൊരു പ്രാങ്കായിട്ട് കാണാനോ അല്ലെങ്കിൽ പ്രാങ്ക് കോളിനോട് യോജിക്കുന്ന ഒരാളോ ഒന്നും അല്ല ഞാൻ. പക്ഷേങ്കിൽ നമുക്ക് അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് പറയണമല്ലോ. എല്ലാ വീഡിയോസിലും എല്ലാ ട്രോളുകളിലും അവർ അത്രത്തോളം മാനസികമായിട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവർ മാപ്പ് പറയുന്ന വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അതിന് താഴെ ഫുള്ള് ബാഡ് കമന്റ്സ് ആണ്. അതിലിപ്പം പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഒന്നും നമുക്ക് വളരെ റെയർ ആയിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. ആ കമന്റ്സിൽ പോലും പലരും പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ മുഖത്ത് ആ അഹങ്കാരം ഉണ്ടല്ലോ എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇത്രത്തോളം എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെറുത്തുനിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം ബോൾഡായിട്ട് നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ കരഞ്ഞ് മാപ്പ് പറഞ്ഞാലേ പറ്റുള്ളൂ എന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ട് അയാളുടെ മുന്നിൽ പോയി മാപ്പ് പറയാൻ ഒരു 90% പേർക്ക് മടിയാണ്. അത്രയും മാനസികമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരാളുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ മാപ്പ് പറയാൻ പറ്റൂ. ആ ഒരു സിറ്റുവേഷനിൽ അവർ പല സ്ഥലങ്ങളിലും മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അവരുടെ മുഖഭാവം റെഡിയായില്ല, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും മുഖത്ത് അഹങ്കാരമാണ്. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, തെറ്റ് ചെയ്യാത്തവരല്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരും നമ്മൾ കാരണം മറ്റുള്ളവർ വേദനിപ്പിക്കപ്പെട്ടവരുമാണ്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ എത്ര പേരെടുത്ത് പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര പേരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ നമ്മളും ചിന്തിക്കുക. വെറുതെ ഈ കമന്റ് സെക്ഷനിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് മുറവിളി കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനെതിരെ വന്ന കേസ് അവരെ ഡീൽ ചെയ്തോട്ടെ. അപ്പം അങ്ങനെ നമുക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഒട്ടുമിക്ക ആളുകളും പലരെയും വേദനിപ്പിച്ചിട്ടും ഇപ്പോഴും സോറി പറയാത്ത അല്ലെങ്കിൽ മാപ്പ് പറയാത്ത കുറേ ആളുകളാണ് ഇപ്പോൾ കമന്റ് സെക്ഷനിൽ കിടന്ന് മെഴുകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കമന്റ്സ് പോലും പലരെയും എത്രയോ വീഡിയോസിൽ എത്രയോ മാന്യമായ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അതിന്റെ കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരുപാട് ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. പക്ഷെ ഇവരെയൊക്കെ കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സോറി പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇതൊരു റീച്ചിന് വേണ്ടിയിട്ട് ആണ് ഞാനും വീഡിയോ ഇട്ടാന്ന് പറയാവുന്നവർക്ക് പറയാം. പക്ഷേങ്കിൽ ഞാൻ ഇത് ആദ്യം വീഡിയോ ഇടണം എന്നൊരിക്കലും ചിന്തിച്ചൊരു കേസല്ല. കാരണം ഇതിപ്പം എനിക്ക് തോന്നുന്നു ഇത് ഒരു 6 days മുന്നേ ഉള്ള കാര്യമാണെന്ന് തോന്നുന്നു. അപ്പം അന്നേരം ഒന്നും വീഡിയോ ഇടുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് ഈ ഇതിൻ്റെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ ഫുള്ള് വീഡിയോസ് ആയാലും കമൻസ് ആയാലും എല്ലാം അവർക്കെതിരെ ആയപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചതാണ്, എന്തായാലും നമ്മുടെ അഭിപ്രായം നമ്മുടെ ചാനലിലൂടെ പറയുന്നതിന് തെറ്റില്ലല്ലോ. ഇതിപ്പോൾ ഒരുപാട് പേരിലേക്കൊന്നും എത്തില്ല, അറിയില്ല എന്നൊക്കെ അറിയാം. എങ്കിലും നമുക്ക് കുറച്ചു പേരെങ്കിലും നമ്മുടെ അഭിപ്രായം എന്താണെന്ന് പറയണം തോന്നി, കുറച്ചു പേരോടെങ്കിലും. കാരണം നമുക്ക് എല്ലാ തെറ്റുകളും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ ഒരുപാടുണ്ട്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. കാരണം തെറ്റ് ചെയ്യാത്തവരാരുമില്ല. ഞാനും നിങ്ങളും എല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് പറ്റിയ തെറ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തെറി വിളിച്ച് അവരുടെ കമന്റ് സെക്ഷൻ നിറയ്ക്കാന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം അവരെ മാനസികമായിട്ടും നമ്മളെല്ലാവരും താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇടാം, നിങ്ങൾക്ക് രേഖപ്പെടുത്താം. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മൾ അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ എന്താണ് പറയുന്നതെന്നും കൂടി ചിന്തിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എന്തായാലും ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.